സാമ്പത്തികമായി വളരെയധികം ഉയർന്ന നിലവാരമല്ലാത്ത പുഷ്പ ബാലചന്ദ്രൻ ദമ്പതിമാരുടെ 2 മക്കളിൽ ഇളയവളായാണ് കാർത്തികയുടെ ജനനം. അവരുടെ ആഗ്രഹം മകളെ ഒരു സിനിമാ നടിയാക്കുക എന്നതായിരുന്നു. അത് മറ്റൊന്നുകൊണ്ടും ആയിരുന്നില്ല. 16 വയസ്സിനു ശേഷം ഈ കുട്ടി ഐശ്വര്യങ്ങൾ കൊണ്ടുവരുമെന്ന് അവളുടെ ജാതകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫറായ അച്ഛൻ ആ കുട്ടിയെ സിനിമാ നടിയാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ മാതാപിതാക്കൾ അതനുസരിച്ച് മകളെ നൃത്തം അഭ്യസിപ്പിച്ചു. മോഡലിംഗിലും സ്റ്റേജ് ഷോകളിലും സിനിമാറ്റിക് ഡാൻസുകളിലും സജീവമായി പങ്കെടുപ്പിച്ചു. മകൾ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചാൽ ജീവിതം രക്ഷപ്പെടുമെന്ന് അവർ ആഗ്രഹിച്ചു. എന്തെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ പ്രപഞ്ചം അത് നടത്തിത്തരുവാൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞത് പൂർണ്ണമായും ശരിവെക്കുന്നതായിരുന്നു പിന്നീട് അവരുടെ ജീവിതം. സിബി മലയിൽ സംവിധാനം ചെയ്ത സിനിമയിൽ നായികയായിട്ടായിരുന്നു അവൾക്ക് ആദ്യം ചാൻസ് കിട്ടിയത്. പക്ഷേ ചെറിയ കുട്ടിയായതുകൊണ്ട് ആ അവസരം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അന്ന് അതിൻ്റെ നിർമ്മാതാവ് ഒരു വാക്ക് അവർക്ക് കൊടുത്തു. ആ വാക്ക് പാലിച്ചുകൊണ്ട് അടുത്ത സിനിമയിൽ കാർത്തികയ്ക്ക് അവസരവും ലഭിച്ചു. കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയായിരുന്നു അത്. നമ്മളിലൂടെയാണ് കാർത്തിക ഭാവന എന്ന പേരിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് അങ്ങോട്ട് ഒത്തിരി വേഷങ്ങൾ. മലയാളത്തിലെ എല്ലാ മുൻനിര നായകന്മാരുടെ കൂടെയും ഭാവന അഭിനയിച്ചു. മറ്റു ഭാഷകളിലും അവസരങ്ങൾ തേടി വന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴേ അഭിനയത്തോട് അഭിനിവേശം കാണിച്ച കാർത്തികയെ ടീച്ചർമാരും പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ ചിലർ മാത്രം പരിഹസിച്ചു. കരിയർ കൊണ്ട് തന്നെ അവൾ അതിന് മറുപടിയും കൊടുത്തു. തിരസ്കരിച്ചിടത്തെല്ലാം അവൾ സ്വീകാര്യയായി. പക്ഷേ വിധി മറ്റൊന്നുകൂടി അവൾക്കായി കരുതി വെച്ചു. അതിഭീകരമായി അവൾ ആക്രമിക്കപ്പെട്ടു. അവളുടെ മനസ്സും ശരീരവും പളുങ്കുപാത്രം വീണുടയുന്നത് പോലെ ചിന്നിച്ചിതറി. കലവില കൂട്ടി പൊട്ടിച്ചിരിച്ചു നടന്ന ആ പെൺകുട്ടിയുടെ ചിരി മാഞ്ഞു. സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ അത് പുറത്തു പറയാനുള്ള ധൈര്യം ചുരുക്കം ചിലരെ കാണിക്കാറുള്ളൂ. അതിനുള്ള കാരണം പലവിധ വ്യാഖ്യാനങ്ങളും അപവാദങ്ങളും പറയുന്ന നമ്മുടെ സമൂഹം തന്നെയാണ്. ഇതിനെയെല്ലാം അതിജീവിച്ചവൾ പോരാടി. അതാണ് ചരിത്രം. എന്നാൽ സ്ത്രീ വിരുദ്ധതയും വെറുപ്പും മാറ്റി നിർത്തി സ്നേഹം കൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ച ഭാവനയെ 2022 കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവ വേദിയിൽ നമ്മുടെ സർക്കാർ തന്നെ സ്വീകരിച്ചിരുത്തി. കയ്യടി ശബ്ദങ്ങൾക്കിടയിലൂടെ അവൾ അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് കടന്നു വന്നു. കാർത്തിക ഭാവനയായതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ പോരാട്ട വീര്യവും ഉണ്ടാവും. തീയിൽ കുരുത്തത് അങ്ങനെയൊന്നും വെയിലത്ത് വാടില്ലല്ലോ. ഇരയല്ല താൻ, അതിജീവിതയാണെന്ന് മറ്റ് സ്ത്രീകൾക്ക് വഴികാട്ടിയാവാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ അതിജീവിത എന്നൊരു പുതിയ വാക്ക് തന്നെ